ജയചന്ദ്രൻ രണ്ട് ചേരിയിൽ നിന്ന് അവരുടെ അഭിപ്രായങ്ങൾ അവതരിപ്പിച്ചതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. സ്വാഭാവികമായും അവരൊക്കെ കക്ഷി രാഷ്ട്രീയ പ്രവർത്തകരാണ്, അതിൽ കക്ഷി രാഷ്ട്രീയം കടന്നു വരും. അതൊക്കെ മാറ്റിവെച്ചാലും എന്തൊക്കെ അവശേഷിക്കുന്നു എന്ന് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് താങ്കൾ പറയേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് താങ്കൾ പറയേണ്ട കാര്യങ്ങൾക്കൊരു ആമുഖമായി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ദേശീയ ദുരന്തം എന്ന് പറയുന്ന ഒരു ടേം പ്രഖ്യാപിക്കാനുള്ള നിയമം നിലവിലില്ലാത്ത ഒരു രാജ്യമാണ് നമ്മുടേത്. ദേശീയ ദുരന്തം, മഹാദുരന്തങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും, അതിൽ ചിലതിന് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതുണ്ട് എന്നൊരു കാഴ്ചപ്പാടും അത് നടപ്പാക്കാനുള്ള ഒരു രീതിയും ഇല്ലാത്ത ഒരു രാജ്യമാണ് നമ്മുടേത്. ഇത് 10ാം ധന കമ്മീഷനടക്കം പരിഗണിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ വേണം ഒരാവശ്യം എന്ന് അവരുടെ മുമ്പിലും വന്നിട്ടുള്ളതാണ്. അവരത് പലപാട് ചർച്ച ചെയ്തിട്ട് അസാധാരണ തീവ്രതയുള്ള ദുരന്തം പ്രഖ്യാപിക്കാം, അങ്ങനെ പ്രഖ്യാപിക്കാം എന്ന് മാത്രമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നു മാത്രമല്ല അതിൽ വിഹിതം പങ്കിടുന്നതിൽ എല്ലാത്തിലും എന്ന പോലെ ഇത്തരത്തിലുള്ള അവഗണനകൾ നിലനിൽക്കുന്നു. ദക്ഷിണേന്ത്യയോട് പ്രത്യേകിച്ച് ഒരു അവഗണന നിൽക്കുന്നു. കേരളത്തോട് മറ്റൊരു തരത്തിൽ മനസ്സിലാക്കേണ്ട രാഷ്ട്രീയമായൊരു അയിത്തം പോലെ പ്രവർത്തിക്കുന്ന ഒരു സമീപനം കൂടി നിലനിൽക്കുന്നു. നമ്മളിതൊക്കെ തിരുത്തേണ്ട ഒരു ഘട്ടത്തിലേക്കല്ലേ പോകുന്നത്. ഫെഡറലിസം എല്ലാ മേഖലയിലും നടപ്പാവണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. ദുരിതാശ്വാസത്തിലും ഫെഡറലിസം നടപ്പാക്കണം എന്നൊരാവശ്യം ഉയരേണ്ട സ്ഥിതിയിലേക്കല്ലേ പോകുന്നത്. ഇന്ത്യൻ ജനാധിപത്യം ഇത് ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്കല്ലേ നമ്മൾ പോകുന്നത്. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ്റെ നിരീക്ഷണങ്ങൾ. ജയചന്ദ്രൻ. NBC ഈ പ്രശ്നത്തിൽ, മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നു എന്ന് ഇപ്പോൾ കൃഷ്ണദാസ് അടക്കം പറയുന്നു. എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നു എന്ന്. പക്ഷെ വാചകങ്ങളിൽ ഒന്നിച്ചു നിൽക്കുന്നതിനപ്പുറം പ്രവൃത്തിയിൽ എത്രത്തോളം നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നത് സാന്ദർഭികമായി വരുന്ന ഒരു ചോദ്യമല്ലല്ലോ. അനുഭവത്തിൽ നിന്ന് വരുന്ന യാഥാർത്ഥ്യമായിട്ട് തന്നെ അതിനെ ഉൾക്കൊള്ളാനായിട്ട് എന്തുകൊണ്ടാണ് കൃഷ്ണദാസിനെ പോലെയുള്ള മുതിർന്ന BJP നേതാക്കന്മാർക്ക് പോലും കഴിയാത്തത് എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ മുമ്പിലുള്ളത് കേട്ടോ. ഇത് ഇപ്പോൾ കാണിക്കുന്നത് പുച്ഛവും പരിഹാസവുമാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഈ ഒരു ദുരന്തം സംബന്ധിച്ച് ഉണ്ടാകുന്ന പ്രതികരണം. ഇന്ന് കണ്ടില്ലേ, പരിഹാസത്തിൻ്റെ ഒരു രൂപം ഇന്ന് V. മുരളീധരൻ്റെ ഇന്ന് പ്രവഹിച്ചത് നാം കണ്ടല്ലോ, എല്ലാവരും കണ്ടല്ലോ. ഇങ്ങനെയാണോ ഈ അദ്ദേഹം മലയാളിയാണെന്നൊക്കെ അവിടെ ഇരിക്കട്ടെ, അദ്ദേഹം മലയാളിയും ആവണ്ട, വേറെ ഏതോ ഒരു ദേശക്കാരനും ആയിക്കോട്ടെ. പക്ഷേ ഇത്രയും അനുഭവിച്ച ഒരു ഭൂപ്രദേശം, അത് നിൽക്കുന്ന സംസ്ഥാനം, ആ സംസ്ഥാനം യൂണിയൻ ഗവൺമെൻറ് എന്ന് താങ്കളിപ്പോൾ പറഞ്ഞ ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാനം യൂണിയൻ ഗവൺമെൻറ് ആണല്ലോ. അങ്ങനെയാണല്ലോ യൂണിയൻ ഗവൺമെൻറ് വരുന്നത്. അവർക്ക് മുമ്പാകെ അവതരിപ്പിച്ച് കഴിയുമ്പോൾ അതിനെ പുച്ഛിക്കുന്ന സമീപനം, പിന്നീട് ഇപ്പോൾ പരസ്യമായി പരിഹസിക്കുന്ന സമീപനം, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് ആരെ പ്രീണിപ്പിക്കാനാണ്? ഇത് പ്രീതിപ്പെടുത്തലല്ലോ, പ്രീണിപ്പിക്കലല്ലേ. ഇങ്ങനെ പ്രീണിപ്പിക്കുമ്പോൾ ബഹുമാനപ്പെട്ട BJP നേതാവ് കൃഷ്ണദാസ് ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്, മറക്കാതെ തന്നെ എടുത്ത് പറയേണ്ടതുണ്ട്. എന്താണെന്നറിയാമോ? ഇത് ഈ കുറേ കാലമായിട്ട്, ഇപ്പം ആദ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല, പ്രളയം മുതലിങ്ങോട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ, അതിനു മുമ്പ് പറഞ്ഞാൽ ഓഖി മുതലിങ്ങോട്ട് കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ഓരോന്നായിട്ട് ചർച്ച ചെയ്യാൻ എത്രയോ ഇൻസിഡൻസ് ഉണ്ട് നമ്മൾക്ക് മുമ്പിൽ. അതൊന്നും പറയുന്നില്ല, കാര്യം അതിനുള്ള സമയമില്ല ഈ ചർച്ചയിൽ. പക്ഷേ ഇതെങ്കിലും ഈ ജൂലൈ 30-നുണ്ടായ ഈ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത അത്ര അതിതീവ്രമായ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച ആ അവസ്ഥ ഉണ്ടായ പ്രദേശത്തിനെയാണ് ഇങ്ങനെ പുച്ഛിക്കുന്നത്, പരിഹസിക്കുന്നത് എന്ന് ഓർക്കാതെ പോകാൻ കഴിയില്ല ഒരാൾക്കും. അത് BJPയുടെ പ്രാദേശിക നേതാവാണെങ്കിലും സംസ്ഥാന നേതാവാണെങ്കിലും ദേശീയ നേതാവാണെങ്കിലും ഈവൻ പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും ആ തരത്തിൽ ഒരു ജനതയോട് എന്തിനാണ് പെരുമാറുന്നത്? ഒരു ജനതയോടാണ്, സംസ്ഥാനത്തിനോടാണ് അങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത വിധം, പൊറുക്കാനാവാത്ത വിധം അതിക്രൂരമായ നടപടിയാണ് ഈ യൂണിയൻ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ ഇപ്പോൾ ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത് സ്വമേധയായിട്ടൊരു കേസിൻ്റെ അനന്തര നടപടികളുടെ ഭാഗമായിട്ടാണ് ഇന്ന് 3 ആഴ്ചയ്ക്ക് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ
മറുപടി പറയണം എന്ന് പറഞ്ഞിരിക്കുന്നത്, വിശദീകരണം നൽകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ നോക്കൂ, ആ ഒരു പ്രശ്നത്തിൽ സ്വമേധയാ കേസെടുത്ത ഇഷ്യൂവിൽ അവിടെ ഒരു അമിക്കസ് ക്യൂറി ഉണ്ട്. അമിക്കസ് ക്യൂറിയുടെ ജോലി എന്താ? കോടതിയെ സഹായിക്കലാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ കോടതിയെ സഹായിക്കുന്ന അമിക്കസ് ക്യൂറി വെച്ച റിപ്പോർട്ടിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ കോടതി ചില അഭിപ്രായങ്ങൾ, നിഗമനങ്ങൾ രൂപീകരിക്കുകയും പറയുകയും ചെയ്തു. അത് ഉത്തരവിൽ വരികയും ചെയ്തിട്ടുണ്ട്, കൊടുത്ത കണക്കുകളടക്കം. ആ കണക്കുകളെ എങ്ങനെയാണ് കൃഷ്ണദാസ് താങ്കളടക്കം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, എങ്ങനെയാണ് വിശദീകരിച്ചത്? ഞാൻ അന്നും പല ചർച്ചകളിലും, പല ചാനൽ ചർച്ചകളിലും, കൈരളിയിലടക്കം ഞാൻ പറഞ്ഞു, ഇത് 10 പൈസ കൊടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് കാണിക്കുന്നത്. UDFും ഒരു പറ്റം BJP നേതാക്കളും കാണിക്കുന്നത് 10 പൈസ പിന്നെ യൂണിയൻ ഗവൺമെൻറ്റിനെ കൊണ്ട് കൊടുപ്പിക്കാതിരിക്കണം, അതാണ് ഉന്നം എന്ന് അന്ന് പറഞ്ഞത്. പിന്നെ നമുക്ക് ഈ ഹൃദയഭേദകമായിട്ടാണ് നമുക്കങ്ങനെ പറയേണ്ടി വരുന്നത് പോലും, അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ അതിലേക്കാണ് കൊണ്ടുവന്ന് എത്തിക്കുന്നത് എന്നുള്ളത് കാണുമ്പോൾ എങ്ങനെയാണ് പറയാതിരിക്കുന്നത്? ഈ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സർ? എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ മതിപ്പ് ചെലവ് എന്നാണല്ലോ മലയാളം. മതിപ്പ് ചെലവാണല്ലോ എസ്റ്റിമേറ്റ്. ഈ എസ്റ്റിമേറ്റിനെ പിന്നെ എക്സ്പെൻഡിച്ചർ, ചെലവാക്കിയ തുക ആക്കുന്ന ജാലവിദ്യയാണ് കാണിച്ചത്. അത് എത്ര പ്രാവശ്യം പറഞ്ഞു, എന്നിട്ടും അത് ഉൾക്കൊള്ളാനാകാത്ത വിധം അങ്ങേയറ്റം ക്രൂരമായി പരിഹസിക്കുന്ന സമീപനമാണ് പിന്നെ BJP നേതാക്കളും UDF നേതാക്കളും ചാനൽ ചർച്ചകൾ ഉടനീളം കാണിച്ചത്. അപ്പം തന്നെ അറിയാമായിരുന്നു ഇത് മെസ്സേജ് ചെല്ലുന്നത് എങ്ങോട്ടാണ്? യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളിലേക്കാണല്ലോ ചെല്ലുന്നത്. അത് പിന്നെ ഇതുവരെയും തിരുത്താൻ തയ്യാറായിട്ടില്ല ബന്ധപ്പെട്ട ആരും, താങ്കളടക്കം കേട്ടോ. താങ്കളാണല്ലോ ഈ ചർച്ചയിൽ ഇരിക്കുന്ന ആൾ എന്നുള്ളതുകൊണ്ടാണ് കൃഷ്ണദാസിനെ തന്നെ ഞാൻ അഡ്രസ്സ് ചെയ്തത് പറയുന്നത്. ചെയ്തിട്ടില്ല. ശരിയാണോ അത്? ശരിയല്ലെന്ന് താങ്കൾക്ക് ഉറപ്പായിട്ടും അറിയാവുന്ന മനുഷ്യനാണ്. താങ്കൾ പിന്നെ ഒട്ടും മോശക്കാരനോ രാഷ്ട്രീയക്കാരനല്ല, സീസൺഡ് പൊളിറ്റീഷ്യനാണ്, അനുഭവസമ്പന്നനായ ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയാണ് താങ്കൾക്ക് അറിയാത്തതൊന്നുമല്ലോ അത്. പക്ഷേ അത് പറഞ്ഞ് സ്ഥാപിച്ച് ഈ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെ എങ്ങനെയൊക്കെ ബ്ലോക്ക് ചെയ്യാം എന്ന് ആലോചിക്കുന്ന നിലയിലേക്ക് പോയതിൻ്റെ പരിണതിയാണ് എന്ന് തന്നെ ഞാൻ പറയും. ഇപ്പോൾ കേരളത്തിന് ഇങ്ങനെ പ്രതിഷേധത്തിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ 6-ാം തീയതി 7-ാം തീയതി പ്രതിഷേധിക്കേണ്ടി വരുന്നില്ലേ വയനാട്ടുകാർക്ക്? കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിൽ വരുന്നില്ലേ? ആ നിലയിലേക്ക് അവരെ തള്ളിയിടുകയല്ലേ ചെയ്തത്. ഇനി ആ നിലയിലേക്ക് സംസ്ഥാന സർക്കാരിന് എത്തേണ്ടി വന്ന സാഹചര്യം ഉണ്ടാക്കിയാൽ ആരാണ് ഉത്തരവാദി അതിന്? ശ്രീ കൃഷ്ണദാസ് താങ്കൾ പറയണം കേട്ടോ. താങ്കൾ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരാണ് ഉത്തരവാദി? ഈ സംസ്ഥാന സർക്കാരാണോ? സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞു. ഇന്ത്യൻ മിനിസ്റ്റീരിയൽ സംഘമാണ് വന്നത് 9-ാം തീയതി. ഏത് 9-ാം തീയതി? ഓഗസ്റ്റ് 9-ാം തീയതി വന്നത്. അവർ വന്ന് പിന്നെ കാര്യങ്ങൾ റിപ്പോർട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. പിറ്റേന്ന് പ്രധാനമന്ത്രി വരുന്നു. അത് കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞ് 17/8/2023 റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി ടിങ്കു ബിസ്വാൾ റിപ്പോർട്ട് കൊടുക്കുന്നു. അത് DPR തന്നെയാണ് കൊടുക്കുന്നത്, ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ കോപ്പി എൻ്റെ കൈവശമുണ്ടെങ്കിലും അത് മുഴുവൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഒറ്റ കാര്യം മാത്രം പറയുന്നു. അതിൽ പറയുന്നത് പിന്നെ ദി ആക്ച്വൽ എസ്റ്റിമേറ്റ്സ് ഓഫ് ലോസസ് ആർ അബൌട്ട് ₹1202.12 crores, 1202.12 കോടി ആക്ച്വൽ എസ്റ്റിമേറ്റ്സ് ഓഫ് ലോസസ്. അതൊന്ന്. രണ്ടാമത് അടുത്ത സെൻറ്റൻസ് പറയുന്നു, ടു ബിൽഡ് ബാക്ക് എ മോഡൽ ടൗൺഷിപ്പ് that caters to the needs of the affected community and becomes hub of solace for the neighboring communities. The estimate is ₹2262 കോടി രൂപ. നമുക്ക് പൊടുന്നനെയുള്ള നഷ്ടത്തിൻ്റെ ഒരു കണക്ക് ആക്ച്വൽ ലോസസ് പറയുമ്പോൾ അത് പിന്നെ ഇതാണ് ഈ പറഞ്ഞ 1202.12 കോടി രൂപയും. ഇത് നമുക്കൊരു പുനരധിവാസം നടത്തണമെങ്കിൽ അത് ചിലവാകുന്ന തുക 2262 കോടി രൂപയുമാണെന്ന് 17/8/2024 സംസ്ഥാന സർക്കാരിൻ്റെ റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ അയച്ചിരിക്കുന്നത് മിസ്റ്റർ സഞ്ജീവ് കുമാർ ജിൻഡാൽ, അഡീഷണൽ സെക്രട്ടറി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇദ്ദേഹത്തിനാണ് അയച്ചേക്കുന്നത്. ഇതിന്മേൽ ഒരു നടപടി എടുക്കാൻ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ ഈ യൂണിയൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല എന്നുള്ളത്